ഗായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലമുകളിലേക്ക് കയറിപ്പോയി. അവിടെ രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. ലൂക്കാസ് വിശേഷം 6-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ നാം വായിക്കുന്ന തിരുവചന വാക്യമാണിത്. സ്നേഹമുള്ളവരെ, നാം യേശുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത നാം കാണുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ച് ദൈവത്തോടൊപ്പം ആയിരുന്നത് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദീർഘനേരം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യേശു അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം പല സമയങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇവിടെ ദീർഘനേരം പ്രാർത്ഥിച്ചത് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ആയിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ യേശുവിൻ്റെ ഈ പ്രാർത്ഥനാ രീതി നാം മാതൃകയാക്കേണ്ടതാണ്. എന്തിന്? നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദീർഘനേരം പ്രാർത്ഥിച്ച് ദൈവത്തോടെ ആലോചന ചോദിച്ചിട്ട് നാം ഒരു തീരുമാനം എടുക്കണമെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിവാഹ ആലോചനകൾ വരുമ്പോൾ, നാം പുതിയതായി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ, ദൈവവേലയ്ക്കായി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ, വൈദികനും കന്യാസ്ത്രീകളുമാകാൻ വേണ്ടി നാം തീരുമാനം എടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ ഉദ്യമങ്ങൾ നാം തുടങ്ങാനായി ആരംഭിക്കുമ്പോൾ, ഇതൊക്കെ ദീർഘകാലം നീണ്ടു നിൽക്കേണ്ടതും സ്ഥിരതയുള്ളതും ആയിരിക്കേണ്ടതിന് നാം ദീർഘനേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആലോചന എടുക്കണമെന്ന് യേശു ഈ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ ഈ മാതൃക സ്വീകരിക്കാം. എന്താണ് യേശുവിൻ്റെ മാതൃക? ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചിട്ട് അപ്പസ്തോലന്മാരെ അവൻ തിരഞ്ഞെടുത്തു. ആ അപ്പസ്തോലന്മാർ തുടങ്ങി വെച്ചത് ഇന്ന് ലോകമെമ്പാടും നിലനിൽക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ മാതൃക തിരഞ്ഞെടുക്കാം, സ്വീകരിക്കാം. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.